മല്ലൂസ് ഇൻ മേബിൾ ലാൻഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കഴിഞ്ഞ എൻ്റെ നയാഗ്രയുടെ വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ വീണ്ടും പോയി ഒന്ന് കാണുക. നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യം ദൈവം നമുക്ക് വരുത്തുന്നൊരു സന്തോഷമാണ് ആ വീഡിയോയിലുണ്ടായിരുന്നത്. കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ്. ഞാനെപ്പോഴും പണ്ട് എൻ്റെ ഫ്രണ്ട്സിന് എന്നെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം, ഞാൻ ഇടയ്ക്ക് പറയുമായിരുന്നു നയാഗ്രയുടെ തെരുവീതിയിലൂടെ നടക്കണമെന്നൊക്കെ. അപ്പോൾ അത് സാധിച്ചു. അതിൻ്റെ ഒരു സന്തോഷമാണ് ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. സോ ഇന്ന് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. ഒരു ഇൻഫർമേഷൻ പറയാൻ, അതുപോലെ തന്നെ ഞങ്ങൾക്കത് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായൊരു സന്തോഷം കൂടിയാണ്. അപ്പോൾ അത് അറിയിക്കാനും അതൊക്കെ നിങ്ങളെ കാണിക്കുവാനുമാണ് ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പ്രോസസ്സും അതിൻ്റെ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ ഫസ്റ്റ്. വണ്ടിയുടെ നെയിം ബോർഡ് നമുക്ക് ഇന്ത്യയിൽ ഇങ്ങനെയൊന്നും കിട്ടത്തില്ലല്ലോ. ഇന്ത്യയിൽ നമ്മുടെ പേരും സംഭവങ്ങളും നമുക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ. രണ്ടെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ആ സന്തോഷവും ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും. ഞങ്ങൾ നമ്മുടെ വണ്ടിക്ക് ഒരു പേഴ്സണലൈസ്ഡ് ലൈസൻസ് പ്ലേറ്റ് ഉണ്ടാക്കി. അതായിരുന്നു ഞാൻ നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയിക്കാമെന്ന് ഓർക്കുന്നു. ഇത് ഒത്തിരി പേർക്ക് അറിയാമായിരിക്കാം, ചിലവർക്ക് അറിയാൻ പാടില്ലായിരിക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ വേണ്ടവർക്ക് അത് ഉപകാരപ്പെടട്ടെ. നമുക്ക് പേഴ്സണലൈസ് നമ്പർ പ്ലേറ്റ് ചെയ്യാൻ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഓൺലൈൻ റിക്വസ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സർവീസ് ഒണ്ടാരിയോയിൽ റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓൺലൈൻ റിക്വസ്റ്റ് ചെയ്യാനാണെങ്കിൽ ontario.ca എന്നുള്ള വെബ്സൈറ്റിൽ നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലൈസ് നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒണ്ടാരിയോയിൽ വരുന്ന ആദ്യത്തെ വെബ്സൈറ്റ് ഇതായിരിക്കും. അപ്പോൾ അതിൽ കയറിയിട്ട് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം. ഇതിൽ റിക്വസ്റ്റ് കൊടുക്കാവുന്നത് നമുക്ക് 2 മുതൽ 8 ക്യാരക്ടേഴ്സ് വരെയാണ്. ഇതിൽ ഉൾപ്പെടുന്നത് സ്പേസ് ഉൾപ്പെടെ നമുക്ക് ക്യാരക്ടറായിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. മൊത്തം 8 ക്യാരക്ടേഴ്സ് വരാം, നമ്പേഴ്സ് വരാം, അല്ലെങ്കിൽ ആൽഫബറ്റ്സ് വരാം. ഇനി ഈ 8 ക്യാരക്ടേഴ്സ് ചെയ്ത് കിട്ടുന്നതിന്, അല്ലെങ്കിൽ 2 മുതൽ 8 വരെ ക്യാരക്ടേഴ്സിനുള്ളിൽ ചെയ്ത് കിട്ടുന്നതിന് പ്രോസസ് ചാർജ് $310. അല്ലെങ്കിൽ നമുക്ക് 2 മുതൽ 6 ക്യാരക്ടേഴ്സ് പ്ലസ് 1 ഗ്രാഫിക്സ് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ക്യാരക്ടേഴ്സിൻ്റെ സ്പേസ് പോവും ഒരു ഗ്രാഫിക്സ് ആഡ് ചെയ്യുമ്പോൾ. ഇനി അതിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത് $336.40, അതാണ് ചാർജ് വരുന്ന ഡോളേഴ്സ്. ഇതിൽ നമുക്ക് ചെയ്യാവുന്ന, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊടുക്കാം. പക്ഷേ അത് നിലവിൽ ആരും ഉപയോഗിച്ചിട്ടുണ്ടാകാൻ പാടില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് ഓൺലൈനാണെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഓപ്ഷൻസിൽ നമുക്ക് തരും എന്താണ് നമുക്ക് വേണ്ട പേര് കൊടുക്കേണ്ടത് എന്നുള്ളത് ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അത് ഓൾറെഡി യൂസ്ഡ് ആണോ അല്ലയോ നമുക്കറിയാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് സർവീസ് ഒണ്ടാരിയോ എന്നുള്ള സ്ഥാപനത്തിൽ പോയിട്ട് റിക്വസ്റ്റ് കൊടുക്കാം. അവിടെ നമുക്ക് ഓൺലൈനിലുള്ള ഈ ആക്ടിവിറ്റി അവർ ചെയ്തു തരും. അവിടെ നിന്ന് റിക്വസ്റ്റ് എടുക്കുന്നതായിരിക്കും. ഫിസിക്കൽ പേപ്പറിൽ അവർ ഫോമിൽ കാര്യങ്ങളെല്ലാം മേടിച്ച് എഴുതി കാര്യങ്ങൾ ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യും. ശരിക്കും നമ്മുടെ നാട്ടിലെ അക്ഷയ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ള ഒരു രീതിയിലാണിത് നടക്കുന്നത്. പക്ഷേ ഇത് ഡയറക്റ്റ് ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. അവിടുത്തെ പ്രോസസ്സിൽ നിന്ന് ഫാർ ബെറ്ററാണിത്. നമുക്ക് വളരെ നല്ല ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ കിട്ടുന്നത്. നല്ല രീതിയിൽ നമ്മൾ എന്ത് പ്രോസസ്സ് പറഞ്ഞാലും നമുക്ക് വേണ്ടി ആ പ്രോസസ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് വേണ്ട സർവീസ് ചെയ്തിരുന്ന ഫോം ഫില്ല് ചെയ്യുക കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാപനമാണിത്, സർവീസ് ഒണ്ടാരിയോ എന്ന് പറയും. നമുക്ക് അവിടെ പോയിട്ട് റിക്വസ്റ്റ് കൊടുക്കാം. ഈ പ്രോസസ്സ് നമ്മൾ റിക്വസ്റ്റ് കൊടുത്താൽ അവർ പറയുന്നത് മാക്സിമം 4 വീക്കിനുള്ളിൽ നമുക്കിത് നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സിലേക്ക് ഇത് വരുമെന്നാണ്. സാധാരണഗതിയിൽ 4 ആഴ്ച വരെ എടുക്കാം. ഞങ്ങൾക്ക് 2 ആഴ്ച കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും ആ പ്ലേറ്റുമായിട്ട് നമ്മൾ സർവീസ് ഒണ്ടാരിയോയിൽ വീണ്ടും പോകണം. അവിടെ ചെന്ന് ഇത് നമ്പർ പ്ലേറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം, നമ്മുടെ വണ്ടിയിലേക്ക് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് സെപ്പറേറ്റ് ചാർജസ് ഒന്നുമില്ല, ജസ്റ്റ് അതുകൊണ്ടേ കാണിച്ചാൽ മതി. അപ്പോൾ അവർ അത് നമ്മുടെ വണ്ടിയിലേക്ക് രജിസ്റ്റർ ചെയ്ത് തരും. എന്നിട്ട് നമ്മുടെ
നമ്മുടെ ഓണർഷിപ്പ് പേപ്പറിൽ അത് മാറ്റിത്തരും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. സോ താല്പര്യമുള്ളവർ, ഇഷ്ടപ്പെടുന്നവർക്ക് പ്ലീസ് അത് യൂസ് ചെയ്യുക. നമുക്ക് വണ്ടിയിൽ നമ്മുടെ പേര് വെച്ച് വണ്ടി ഓടിക്കൽ നാട്ടിലോ കുവൈറ്റിലോ ഒന്നും നടക്കില്ല, എനിക്കറിയാം. ബാക്കിയുള്ള എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. വെസ്റ്റേൺ കൺട്രീസിൽ പല സ്ഥലത്ത് എല്ലായിടത്തും തന്നെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ ചെയ്തതാണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ ഇൻഫർമേഷൻ വീഡിയോസോ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇടുന്നതായിരിക്കും. സോ നിങ്ങളുടെ സഹകരണം വേണം, പ്രോത്സാഹനം വേണം. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ടിൽ അടുത്ത വീഡിയോ വരുന്നവരെ, ടിൽ ദെൻ സൈനിങ് ഓഫ് നെവിൽ. ബൈ ബൈ.